അന്നന്നത്തെ മോക്ഷം. മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു. നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് മാധ്യമങ്ങളെക്കുറിച്ചാണ് അല്ലേ. മൊബൈലും ടെലിവിഷനും തുടങ്ങി ഒത്തിരി നവമാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഈ രണ്ടു വരികളും പറയുന്നത് നവമാധ്യമങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഈ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കൊരു മായാ ലോകമാണ് സൃഷ്ടിച്ചു തരുന്നത് അല്ലേ. അവർ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണോ വിളിച്ചു പറയുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ പോലും ഈ മാധ്യമങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരിക്കലും അത് യാഥാർത്ഥ്യങ്ങൾ മാത്രമല്ല നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിലെ ഉള്ളടക്കം ചിലപ്പോൾ മായക്കാഴ്ചകൾ പോലെ ആവുന്നുണ്ട്. ഇമോജികൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഈ ഇമോജികൾ നവമാധ്യമങ്ങളിലെ ആശയവിനിമയ സൂചകങ്ങളാണ്. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ വലിയ വലിയ വരികളിലൊന്നും അവതരിപ്പിക്കാതെ ചെറിയ ഇമോജികൾ കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സങ്കടത്തിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ബിസിയാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ല. അതിന് നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനെയാണ്? ഇമോജികളെയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കാൻ ഇമോജികൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ മായക്കാഴ്ചകൾ നൽകുന്ന നവമാധ്യമങ്ങളും അതിലെ ആശയവിനിമയ സൂചകങ്ങളായിട്ടുള്ള ഇമോജികളും അതിനെക്കുറിച്ചാണ് ഈ രണ്ട് വരികളിൽ പറയുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഉത്തരാധുനിക കവികളിൽ പ്രമുഖനായ PN ഗോപികൃഷ്ണൻ്റെ 2014 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിതാ സമാഹാരമാണ് ഇടിക്കാലൂരി പനമ്പട്ടടി. അതിലൊരു ഭാഗമാണ് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന കവിത. കവിതയെ വർത്തമാനകാല രാഷ്ട്രീയ വ്യവഹാരമായി മാറ്റുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കേരള സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ സൂക്ഷ്മമായി നോക്കിക്കാണുകയും അതേക്കുറിച്ച് വളരെ ജാഗ്രതയോടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. മടിയരുടെ മാനിഫെസ്റ്റോ, ഇടിക്കാലൂരി പനമ്പട്ടടി, ബിരിയാണിയും മറ്റു കവിതകളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത്, പ്രളയവാരിധി നടുവിൽ നാം, കവിത മാംസഭോജിയാണ്, ഒരു വ്യവസ്ഥയും ആത്മഹത്യ ചെയ്യുന്നില്ല തുടങ്ങിയവ PN ഗോപികൃഷ്ണൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയതുപോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും, പുളിക്കും, ചീയും. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല. 150 വായനക്കാരുടെ കർത്താവാണ്. 150 സിനിമകളിലെ ഹാസ്യതാരമാണ്. 150 ലോകങ്ങളുടെ ഉടമയാണ്. ഇതാണ് കവിത. നമുക്ക് ആശയം നോക്കാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. അപ്പോൾ ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ കവിത അവതരിപ്പിക്കുന്ന ആഖ്യാതാവിന് മൊബൈലിൽ ഒരു തമാശ വന്നു. സാധാരണഗതിയിൽ നമുക്കൊരു മെസ്സേജ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ലതാണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കും അല്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ ആഖ്യാതാവും ചെയ്യുന്നത്. കിട്ടിയ പാടെ എന്ത് ചെയ്യുകയാണ്? വേഗത്തിൽ മറ്റൊരാൾക്ക് അയക്കാനുള്ള പ്രവണത അല്ലെങ്കിൽ വെപ്രാളം. അപ്പോൾ അദ്ദേഹത്തിന് 5 വിരലല്ല, ഒരു വിരൽ കൂടി 6 വിരൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേഗതയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും എല്ലാം വെളിപ്പെടുത്തലുകളാണല്ലേ. വീടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുകയാണ്? അല്ലെങ്കിൽ സ്വകാര്യതകൾ പോലും നാട്ടുകാരെ കാണിക്കാനുള്ള പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. വിവരങ്ങൾ കൈമാറുക എന്നത് മനുഷ്യർ ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ശ്വസിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വിവരങ്ങൾ കൈമാറാനും അറിയാനും മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കവിതയിലെ സാഹചര്യം എന്താണ്? എത്രയും വേഗം തനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് അയക്കാനുള്ള ഒരു വ്യഗ്രത കാട്ടുന്നു. അങ്ങനെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ. അപ്പോൾ ഇവിടെ കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങുകയും ചെയ്യുന്നുണ്ട്, കാലിലെ ചെരുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇക്കിളിയിടും പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ആ ഒരു മെസ്സേജ് ആ വ്യക്തിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ വീട്ടിൽ മറ്റുള്ള ജോലികളൊക്കെ ചെയ്ത് മൊബൈലൊന്നും നോക്കാതെ സാധാരണ പോലെ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മെസ്സേജ് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ് കിട്ടുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ വളരെയധികം സന്തോഷിക്കും അല്ലേ. ഇപ്പോൾ ചിലയിടങ്ങളിൽ കാണാം, ഇപ്പോൾ മൊത്തം മൊബൈലിൻ്റെ ലോകമാണ്. എവിടെ നോക്കിയാലും പരസ്പരം മുഖത്ത് പോലും നോക്കാതെ മൊബൈൽ ഫോണിലാണ് എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അവരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ചിലവർ ചിരിക്കുകയായിരിക്കും, ചിലവർ ദേഷ്യത്തിലായിരിക്കും, ചിലവർ വിഷമത്തിലായിരിക്കും. ഇതൊക്കെ ഈ വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏതിലൂടെയാണ്? അവർ വായിക്കുന്ന മെസ്സേജിലൂടെയാണ്, അല്ലെങ്കിൽ അവർ കാണുന്ന കണ്ടൻറ്റിലൂടെയാണ് അല്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ കവിതയിലെ മെസ്സേജ് കിട്ടിയ വ്യക്തിക്ക് ആ ഒരു തമാശ മെസ്സേജ് കിട്ടിയപ്പോഴുണ്ടാകുന്ന അനുഭൂതിയാണ് ഇവിടെ പറയുന്നത്. ഈ തമാശ കിട്ടും വരെ അയാൾ സാധാരണ ഒരു വ്യക്തിയായിരുന്നു അല്ലേ. മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോഴോ ആളാകെ മാറി.
അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങി, കാലിലെ ചെരുപ്പ് ഇക്കിളിയിടം പോലെ തോന്നി അല്ലേ? അപ്പോൾ ആ ഒരു കുഞ്ഞു മെസ്സേജ് ഒരു വ്യക്തിയുടെ ചിന്തയെയും അതുപോലെ തന്നെ വികാരത്തെയും ശാരീരിക അവസ്ഥകളെയും പോലും മാറ്റിമറിച്ചു അല്ലേ? നമ്മളൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ തന്നെയാണ് ദിനം പ്രതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വരി നോക്കാം. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും. അപ്പോൾ കിട്ടിയ പാടെ ആ മെസ്സേജ് എന്ത് ചെയ്യുകയാണ്, പലരിലേക്കും എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. ആ തമാശ അങ്ങനെ പാസ് ചെയ്യാതെ അയാൾക്ക് കിട്ടിയ ആ തമാശ നിറഞ്ഞ മെസ്സേജ് തൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ വഹിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. ആരും അറിയാതെ അല്ലെങ്കിൽ ആരെയും അറിയിക്കാതിരുന്നാൽ ഒരുപക്ഷെ ആ തമാശ എന്ത് ചെയ്യും, വളിച്ചു പോകും, പുളിച്ചു പോകും, അതുപോലെ തന്നെ ചീഞ്ഞു പോകും. 4 പേര് അറിഞ്ഞാലോ? അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാറ്റസുകളൊക്കെ ഇടാറുണ്ട്. ചിലപ്പോൾ നല്ല സന്തോഷമുള്ളതായിരിക്കും, ചിലപ്പോൾ സങ്കടമുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്, 4 പേര് കാണട്ടെ എന്നത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ആഖ്യാതാവും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ വെച്ച് പൂട്ടിയാൽ ആ മെസ്സേജിന് സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് അദ്ദേഹം എന്തു ചെയ്തു, അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. ആ തമാശ എന്ത് ചെയ്തു, 150 പേർക്ക് അയച്ചു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല. ചെറിയ വരിയാണ്, വലിയ ആശയമാണ്. ഈ 150 പേരെ ഊട്ടുക എന്ന പരാമർശം 150 പേരെ ഊട്ടിയ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുന്നു. തമാശകൾ മാത്രമല്ല, നവമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്ന എന്തും അന്നമാണ്. പുതിയ തരത്തിലുള്ള വ്യവഹാര സന്ദർഭങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതിന് 2 വശമുണ്ട്, നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട് അല്ലേ? പോസിറ്റീവായിട്ടുള്ള വശം എടുത്തു നോക്കിയാൽ എല്ലാവർക്കും അതൊരു ജീവിത മാർഗം കൂടിയാണ്. ഈ റീലുകളും വീഡിയോകളും ഒക്കെ നിറഞ്ഞ നവമാധ്യമ ലോകം അവ ഒരുക്കുന്ന പുതിയ ജീവിത സാഹചര്യങ്ങൾ ഈ വരികളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അന്നമാണ്, പലരുടെയും അന്നമാണ് നവമാധ്യമങ്ങൾ. അത്തരത്തിൽ ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ലാതാവും. പിന്നെ ആരായി മാറും? 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. അപ്പോൾ നവമാധ്യമങ്ങളിലൂടെയുള്ള പലതരത്തിലുള്ള സാധ്യതകളെ ഇവിടെ തുറന്നു കാണിക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിലൂടെ നമ്മൾ എഴുത്തുകാരനാവുന്നു, അതുപോലെ തന്നെ ഹാസ്യതാരമാവുന്നു, നടനാവുന്നു, പല ലോകങ്ങളുടെ ഉടമയാകുന്നു, പ്രസാധകനാവുന്നു, കാണികളാവുന്നു, അതുപോലെ തന്നെ നിരൂപകനാവുന്നു. അങ്ങനെ സ്വന്തം വ്യക്തിത്വത്തിലുപരി മറ്റൊരു വ്യക്തിയായി മാറുവാൻ നവമാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നമുക്ക് അഭിനയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഡാൻസ് കളിക്കാൻ സാധിക്കും. പക്ഷേ ഈ മാധ്യമങ്ങൾ വന്നതോടുകൂടി പലരും അഭിനയിക്കാൻ തുടങ്ങി, ഡാൻസ് കളിക്കാൻ തുടങ്ങി, അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി അല്ലേ? ഒരു തരത്തിൽ നിങ്ങൾക്കൊന്നിനും ഒരു കഴിവില്ല എന്ന് പറഞ്ഞിട്ട് പലരും മാറ്റി നിർത്തപ്പെട്ട സന്ദർഭങ്ങളിൽ അവർ പോലും ഇന്നെന്ത് ചെയ്യുകയാണ്, ഈ ഒരു മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. സാങ്കേതിക വിദ്യയും ഉത്തരാധുനിക ജീവിത സാഹചര്യങ്ങളും രൂപപ്പെടുത്തിയ വർത്തമാനകാല മനുഷ്യജീവിതത്തെ ഐറണിയുടെ ആവിഷ്കാര തന്ത്രം ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന കവിതയാണ് അന്നന്നത്തെ മോക്ഷം. കവിതയൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ഈ കവിത സമകാലിക കേരളീയ സമൂഹത്തിൻ്റെ മുഖം അവതരിപ്പിക്കുന്നു. മൊബൈലിൽ വന്ന തമാശ ഒരാളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നു. അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന തലക്കെട്ട് തന്നെ വളരെ പ്രസക്തമാണ്. ഓരോ ദിവസത്തെയും നമ്മൾ ഓരോ മട്ടിലാണ് തിരിച്ചറിയുന്നത്. ഓരോ ദിവസത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഘോഷമാക്കുന്നുണ്ട്, ഉത്സവമാക്കുന്നുണ്ട്. ഏതിൻ്റെ സ്വാധീനഫലമായി? നവമാധ്യമങ്ങളുടെ സ്വാധീനഫലമായി. അത്തരത്തിൽ ആഘോഷ സ്വഭാവമുള്ള വർത്തമാനകാല ജീവിതത്തെയാണ് കവിതയുടെ തലക്കെട്ട് തന്നെ സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങൾ വിനിമയം ചെയ്യാൻ സഹായിക്കുന്നു, പരസ്പരമുള്ള ഇൻട്രാക്ഷന് സഹായിക്കുന്നു. അതാണ് നവമാധ്യമങ്ങൾ നമുക്ക് തന്നത്. മനുഷ്യരെ പുതിയൊരു വിമോചന മാർഗത്തിലേക്ക് നയിക്കാൻ നവമാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായി. നമുക്കറിയാം, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പൊതുഘടനയിൽ നിന്നും പലരെയും മാറ്റി നിർത്തപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്വത്വാവിഷ്കാര വേദിയായിട്ട് നവമാധ്യമങ്ങൾ ഇന്ന് മാറി. ഇവ നമ്മുടെ ജീവിതത്തെ ഉത്സവമാക്കാനും ആഘോഷമാക്കാനും ചലനാത്മകമാക്കാനും സഹായിക്കുന്നുണ്ട് അല്ലേ? നമ്മളിന്ന് ആരും വെറുതെ ഇരിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ഈ നവമാധ്യമങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുകയാണ്, വളരെ ഗൗരവത്തോടെ കാണാതെ വളരെ ലാഘവത്തോടെ നോക്കി കാണാനുള്ള ഒരു മാനസിക സ്ഥിതിയും ഇന്ന് വന്നു ചേർന്നിരിക്കുന്നു എന്നത് ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.